رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, വളരെ വേദനാജനകമായ ഒരു സംഭവം പാലക്കാട് ജില്ലയിൽ ഉണ്ടായി. ദാരുണമായി 4 വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾക്കൊക്കെ സബർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും സുബഹി ഒഴിച്ചുള്ള വക്തുകളിലൊക്കെ നിസ്കരിക്കാൻ വരുന്ന ഉദുമ പടിഞ്ഞാറ് ഉദുമ മഹല്ല് അംഗം കൂടിയായ ബഷീർ എന്ന ആളുകൾ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് വന്ന വീഴ്ചകളെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഈമാൻ കൊടുത്ത് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കൂഫക്കാരായ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഖാളി, അവിടെ താങ്കൾ ഏൽപ്പിച്ച ആള് പോരാ, അയാളുടെ വിധികളിൽ ഞങ്ങൾക്ക് സംതൃപ്തിയില്ല, അയാൾ നീതിപരമായിട്ടല്ല പെരുമാറുന്നത് എന്ന് ഉമർ ബിനുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് വന്ന് പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സഹാബിയായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന പ്രഗൽഭനായ സഹാബിയെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കൂഫയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവിടെ അവർക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി കൂഫയിലേക്ക് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു വിട്ടു. അങ്ങനെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അവിടെ ഖാലിയായി, അവിടുത്തെ ഇമാമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു വിഭാഗം ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് കൂഫയിൽ നിന്ന് വന്നപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, സഅദ് ബിൻ അബി വഖാസിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില പരാതികളുണ്ട്. അദ്ദേഹത്തെ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായി ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ കൂഫക്കാർ തന്നെ വന്ന് പറഞ്ഞു. ഈ അവസരത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അർസല ഇലൈഹി, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ദൂതനെ അയച്ചുകൊണ്ട് വിളിച്ചു. അങ്ങനെ ഉമറുൽ ഫാറൂഖിന്റെ മുമ്പിൽ വന്നു. ഉമറുൽ ഫാറൂഖിന്റെ മുമ്പിൽ വന്നപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു, നിങ്ങളെ കുറിച്ച് ഈ ആളുകൾക്ക്, കൂഫയിൽ നിന്ന് വന്ന ആളുകൾക്കൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്കതിൽ പറയാനുള്ളത്? നിങ്ങളുടെ നിസ്കാരത്തിൽ ചില പോരായ്മകളുണ്ട് എന്നാണ് പറയുന്നത്. ആരെക്കുറിച്ചാണ് കൂഫക്കാര് പരാതി പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരനായ സഹാബിയായ സഅദ് ബിൻ അബി വഖാസിനെ കുറിച്ചാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നത് സലാത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സിയാദത്തി വലാ നഖ്സാൻ. എൻ്റെ നിസ്കാരം, ഞാൻ അവർക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കുന്ന എൻ്റെ നിസ്കാരം എന്ന് പറയുന്നത് എൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരമാണ്. മിൻ ഗൈരി സിയാദത്തിൻ, അതിലൊരു കൂടുതലും ഞാൻ വരുത്തിയിട്ടില്ല, വലാ നുഖ്സാൻ, ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾ അങ്ങനെയുള്ള ഒരാളല്ല എന്ന ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾ വന്ന് പറയുമ്പോൾ അവർ വെറുതെ കെട്ടിച്ചമച്ച് പറയുന്നതാണെന്ന ബോധ്യവും എനിക്കുണ്ട്. അവരും ഇത് വെറുതെ പറയുന്നതാണെന്ന ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഇത് പറഞ്ഞു, എന്റെ കടമ എന്ന രീതിയിൽ നിങ്ങളോടൊപ്പം ഒരു സംഘം ആളെ ഞാൻ കൂഫയിലേക്ക് അയക്കുകയാണ്, ഒരു സംഘം സഹാബത്തിനെ. അങ്ങനെ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു സംഘം ആളുകൾ കൂഫയിലേക്ക് പോവുകയാണ്, സഹാബികൾ കൂഫയിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ സഹാബികൾ കൂഫയിൽ ചെന്നു. അങ്ങനെ അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് സഅദിനെ കുറിച്ച്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആളുകൾ പറഞ്ഞു, ഇത്ര നല്ല മനുഷ്യൻ വേറെയില്ല, വളരെ ആക്റ്റീവാണ് ആള്, അയാളുടെ നിസ്കാരത്തിന് ഒരു പ്രശ്നമില്ല, അയാളുടെ ഖളായിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അതൃപ്തിയുമില്ല, നീതിമാനായ മനുഷ്യനാണ്. സഹാബത്ത് ആളുകളോട് മാത്രമല്ല ചോദിച്ചത്, പള്ളികളിൽ അതിനെക്കുറിച്ച് ചോദിച്ചു. പല പള്ളികളിലും കയറി നിസ്കരിക്കുമ്പോൾ അവിടെയുള്ള ആളുകളോട് സഅദ് ബിൻ അബി വഖാസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ജനങ്ങൾക്കൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതിരിക്കുമ്പോൾ
ഒരു ദിവസം ഒരു പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ആള് അതിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, അയാൾ അത്ര ശരിയല്ല, അയാൾ അത്ര ശരിയല്ല. ഈ കൂടെയുള്ള സഅദ് ബിൻ അബീ വഖാസും അതിന്റെ കൂടെയുണ്ട്. ആ നാട്ടിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അയാളോട് പറഞ്ഞു, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാതി പറഞ്ഞു. അയാളിന് നീതിപരമായ ഭരണമല്ല, അയാൾ നീതി കാണിക്കുന്നില്ല. ഇങ്ങനെ ഇയാൾ ഇത് പറയുമ്പോൾ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആ അവസരത്തിൽ പറഞ്ഞു, എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഈ നാട്ടിൽ ആർക്കും പരാതിയില്ലാതിരിക്കുമ്പോൾ കേവലം വരുന്നൊരു ന്യൂനപക്ഷമായ ഒരാൾ അയാൾ ഇങ്ങനെ ഒരു പറയുമ്പോൾ എനിക്ക് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സഹാബിയായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ ഖാദിബ, ഈ മനുഷ്യൻ കളവ് പറയുന്നവനാണെങ്കിൽ, ഈ മനുഷ്യൻ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിൽ, പടച്ചു വിടുന്നവനാണെങ്കിൽ, ആളുകളുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടിയിട്ട്, ഞാൻ വലിയ മാന്യനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ട്, ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇയാൾ ഈ കളവ് പറയുന്നവനാണെങ്കിൽ, അല്ലാഹു വേറൊന്നും ചെയ്യേണ്ട, ഓനക്ക് ദീർഘായുസ് കൂട്ടി കൊടുക്കണം, അവന് ദീർഘായുസ് കൊടുക്കണം. പക്ഷേ എന്ത് ചെയ്യണം? അവന് ദീർഘായുസ് കിട്ടുന്നതിനോടൊപ്പം ദാരിദ്ര്യം കൊടുക്കണേ അല്ലാഹ്. രണ്ട് കാര്യം. എന്ന് മാത്രമല്ല, അവൻ ആളുകളുടെ മുമ്പിൽ എന്റെ അഭിമാനം പിച്ചി തീന്തിയ ആളല്ലേ, എന്നെ മോശക്കാരനാക്കിയ ആളല്ലേ, അതുകൊണ്ട് അവനെയും നീ ഫിത്നയിലാക്കണേ അല്ലാഹ് എന്ന് മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു എന്ന് പറയുക. സഹാബിയായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തു. ഈ ദുആ കഴിഞ്ഞതിന് ശേഷം ചരിത്രത്തിൽ കാണാം, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയുന്നുണ്ട്, ഇയാളുടെ ആയുസ് നീണ്ടിട്ട് അയാൾ ഇങ്ങനെ വളഞ്ഞു കുത്തി. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, അമ്പ് ഇങ്ങനെ വളയും പോലെ, അതിനിപ്പോ വളഞ്ഞു വരുന്നത് പോലെ അയാൾ വളഞ്ഞാണ് നടക്കുന്നത്, അത്രക്ക് പ്രായമായി. പക്ഷേ ആളുകളുടെ മുമ്പിൽ ഇയാൾ ഇങ്ങനെ ഇറക്കാൻ തുടങ്ങി, ഫഖറുണ്ടായിട്ട്, ദാരിദ്ര്യമായിട്ട്. ചത്തിട്ട് പോണില്ല, മരിച്ചു പോയതില്ല, ദാരിദ്ര്യം കൊണ്ട് അയാൾക്ക് ജീവിക്കാൻ കഴിയാതെ ആളുകളുടെ മുമ്പിൽ ഇയാൾ കൈനീട്ടേണ്ട അവസ്ഥ വന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അയാളെ കാണുമ്പോൾ ബസ് ആളുകളൊക്കെ ഇങ്ങനെ മോശമായി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ ആട്ടി ഓടിക്കുന്ന അവസരത്തിലേക്ക് ഈ ആളെത്തിയപ്പോൾ, അത് മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ദുആഇന്റെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ പറയുന്നു, അത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ബാക്കി പത്രം കൂടിയാണ്. എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്? ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മദ്ലൂമിന്റെ, ആക്രമിക്കപ്പെട്ടവന്റെ ദഅവത്തിനെ, അവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണേ കേട്ടോ. ഫഇന്നഹു ലൈസ ബൈനഹാ അല്ലാഹുവിന്റെയും അവന്റെയും പ്രാർത്ഥനയുടെയും ഇടയിൽ ഹിജാബുൻ, ഒരു മറയില്ല. ആരെങ്കിലും കുറിച്ച് ഇല്ലാവചനങ്ങൾ പറയുമ്പോൾ, അവനോട് അക്രമം പ്രവർത്തിക്കുമ്പോൾ, ഒരുപാട് സംഭവങ്ങൾ നാട്ടിലുണ്ടാകുന്നുണ്ട്. പണ്ഡിതന്മാര് തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, തങ്ങന്മാര് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പല രീതിയിലായിരിക്കാം. നമ്മൾ ഇതിനൊക്കെ, അല്ലെങ്കിൽ നാട്ടിലെ പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ നമ്മൾ വലിയ ആളാകാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ ഞാനൊന്ന് മാന്യനാകട്ടെ എന്ന രീതിയിൽ എന്നാണ് ഇത്തരത്തിൽ അഭിപ്രായം പറയുമ്പോൾ, അത് ചിലപ്പോൾ തങ്ങന്മാരായിരിക്കും, നമ്മുടെ രാഷ്ട്രീയത്തിനോട് യോജിക്കാത്തവരായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ആശയത്തിനോട് യോജിക്കാത്തവരായിരിക്കും. അത്തരത്തിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇതിങ്ങനെ പറയുമ്പോൾ അവന്റെ മനസ്സിൽ, അത്തരത്തിൽ ആളുകളുടെ മനസ്സിൽ, അത് ഏത് പാവപ്പെട്ടവനാകട്ടെ, അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടായി, അവൻ മദ്ലൂമായി മാറി, അവൻ ആക്രമിക്കപ്പെട്ടവനായി. മദ്ലൂം എന്നാ പറഞ്ഞത്. ഇത്തഖിൽ മദ്ലൂം ദഅവത്തൽ മദ്ലൂം, അവൻ വല്ലാത്ത വേദന ഉണ്ടായവനാണ്. അവന്റെ ഒരു ദുആ അവൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിന്റെ പ്രാർത്ഥനയുടെ ഫലം ഭൂമിയിൽ വെച്ച് തന്നെ ഉണ്ടാകുമെന്ന ആ പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്റെ ചരിത്രമാണ് ഇത് പഠിപ്പിക്കുന്നത്. നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് പാർട്ടിയും അല്ലെങ്കിൽ
ഞാൻ ആ പാർട്ടിയും ഇതൊന്നും പറയുന്നില്ല. അങ്ങന്മാരൊക്കെ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ, പണ്ഡിതന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അതൊക്കെ അവർ പറഞ്ഞു തീർത്തോളൂ. നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അറിയാത്ത കാര്യങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതുകൊണ്ട് ആരുടെയെങ്കിലൊക്കെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അവന് സ്വീകാര്യത ഉണ്ടാകാലോ. മഹാനായ സഅദ് ബിൻ വഖാസ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നതാ, പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ്. കൂഫയിലേക്ക് ഉമറുൽ ഫാറൂഖ് പറഞ്ഞു വിട്ട ആളാണ്. മൂപ്പരെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇല്ലാവചനങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്. ആ പ്രാർത്ഥന വലിച്ചതുപോലെ പ്രാർത്ഥനകൾ നമ്മൾ സൂക്ഷിക്കണം. അത് നേരെ നമ്മൾ അങ്ങോട്ട് പറയുന്നതിനേക്കാൾ തിരിച്ച് നമ്മളിലേക്ക് അത് റബ്ബർ ബോൾ പോലെ തിരിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടാകും. അത് സൂക്ഷിക്കണമെന്നാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അനുചരൻ നമുക്ക്